വിഭാഗത്തിൽ നിന്ന് അധികമാരും എത്തിപ്പെടാത്ത ഭരതനാട്യത്തിൽ അരങ്ങേറി വയനാട് പുൽപ്പള്ളി പാതിരി സ്വദേശി ആദ്യ വിനീഷ്. 9 വയസ്സുകാരിയെ കൊച്ചുമിടുക്കി 3 വർഷം കൊണ്ടാണ് ചിലങ്ക നാട്യകലാക്ഷേത്രത്തിലെ പഠനം കൊണ്ട് അരങ്ങേറ്റം സാധ്യമാക്കിയത്. ഭരതനാട്യത്തിന് പുറമെ നാടോടി നൃത്തത്തിലും ഈ മിടുക്കി കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടിത്താരത്തെ കാണാം, ആദ്യമോളുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ അതിനുശേഷം വാൾത്തലയുമാണ്. സമയപരിധി മൂലം ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഇപ്പോൾ കുട്ടിത്താരം കാണാം, അതിനുശേഷം വാൾത്തല വരും. അതിനുശേഷം നമ്മളിനി നാളെ കാണുള്ളൂ. ഞാൻ പോവുകയാണ് ഇതോടുകൂടി എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ നാളെ കാണുള്ളൂ. നമ്മുടെ ഹലോ മലയാളത്തിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. പിന്നീട് ഹാപ്പനിങ് അവേഴ്സിൽ സജീവമായ വാർത്താ മണിക്കൂറിൽ ലക്ഷ്മി പത്മ എത്തിച്ചേരും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഒരുപാട് സെഗ്മെന്റുകൾ ഇനിയും ഹലോ മലയാളത്തിന് വരാനുണ്ട്. എല്ലാം കാണുക, ന്യൂസ് മലയാളത്തോടൊപ്പം തുടരുക. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ദിവസം അടിപൊളിയാവട്ടെ. നമുക്കിപ്പോൾ നാളെ കാണാം അല്ലേ? അതുവരേക്കും ബൈ. വെങ്കിടാചല നിലയം വൈകുണ്ഠപുരവാസം പങ്കജനേത്രം പരമപവിത്രം പങ്കജനേത്രം. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് ഈ നൃത്ത ചുവടുകൾ. വീട്ടിൽ നൃത്തം ചെയ്തു തുടങ്ങിയ ആദ്യ വിനീഷ് പിന്നീട് അങ്കണവാടിയിലും സ്കൂളിലും നൃത്ത ചുവടുകൾ കൊണ്ട് വേദികൾ കീഴടക്കി. നൃത്തം കൂടുതലായി പഠിക്കണമെന്ന അതിയായ മോഹത്തെ തുടർന്നാണ് പുൽപ്പള്ളിയിലെ ചിലങ്ക നാട്യകലാക്ഷേത്രത്തിൽ പഠനത്തിന് ചേർന്നത്. ചുവടുകൾ അതിവേഗം സ്വായത്തമാക്കിയ ഈ മിടുക്കി ചുരുങ്ങിയ സമയം കൊണ്ട് ഭരതനാട്യവും നാടോടി നൃത്തവും പഠിച്ചെടുത്തു. ഇക്കഴിഞ്ഞ ജനുവരിയിൽ അരങ്ങേറ്റം കഴിഞ്ഞു. ശംഖചക്രധര ചിന്മയ ഭരതനാട്യത്തിന് പുറമെ നാടോടി നൃത്തത്തിലും മികവ് തെളിയിച്ചിട്ടുണ്ട് ആദ്യ. കഴിഞ്ഞ വർഷത്തെ സബ് ജില്ലാതല നാടോടി നൃത്തത്തിൽ 1ാം സ്ഥാനം നേടി. കുടീര പെണ്ണ് ആ കാണാൻ ചേലുള്ള ചേരേലമ്മ ഇളമുറത്തമ്പാന ചേരേലമ്മയെ ആഗ്രഹം അനുരാഗമായി. കുറെ പേരുടെ ഡാൻസ് കണ്ടു പിന്നെ എനിക്കും പഠിക്കണം എന്ന് തോന്നി. പിന്നെ ടീച്ചറുടെ ഡാൻസ് ഞാൻ കാണാറുണ്ട്. പിന്നെ കുറേ സിനിമകളിലൊക്കെ കണ്ടപ്പോൾ എനിക്കും കൂടെ പഠിക്കാൻ ഇൻട്രസ്റ്റ് തോന്നി. ഇനി ടീച്ചർ കളിച്ച് കാണുമ്പോൾ തോന്നുന്നൊരു ഇത് എനിക്കും തോന്നി. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ചേർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേർത്തു. മോഹിനിയാട്ടം പിന്നെ കുച്ചിപ്പുടിയൊക്കെ പഠിക്കുന്നുണ്ട്. എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അവർ ഇൻട്രസ്റ്റ് ആക്കും. അങ്ങനെയാണ് എനിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ എനിക്ക് ഒരു പറയും, ഇങ്ങനെ ചെയ്താൽ എനിക്ക് നല്ല രീതിയിൽ എത്താൻ പറയുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ചെറുപ്പം മുതലേ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. 2 വയസ്സ് മുതലേ ഡാൻസ് കളിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റി. അങ്ങനെയാണ് പിന്നെ റെസ് ടീച്ചർ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞ് അങ്ങനെ ചിലങ്ക എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ചേർക്കുകയായിരുന്നു. ആദിവാസി വിഭാഗങ്ങളിൽ നിന്ന് ഭരതനാട്യമടക്കമുള്ള നൃത്തമേഖലയിലേക്ക് വരുന്നവരുടെ എണ്ണം കുറവാണെന്നും എന്നാൽ ആദ്യ വിനീഷിന് മികച്ച ഭാവിയുണ്ടെന്നും ഗുരു റസീഷ് അജിദാസ് പറഞ്ഞു. വളർന്നുകൂടാ ഇവൻ വളർന്നുകൂടാ നാളത്തെ കരളായി തീർന്നാലോ. മോള് നല്ലൊരു ഡാൻസറാണ്.
കാരണം വന്ന് ഇവിടെ ബേസിക്സ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിട്ടയോടെ പഠിച്ചു വരുന്നൊരു കുട്ടിയാണ്. കുട്ടികൾ വരും, പക്ഷെ നമ്മൾ കുറച്ച് പഠിപ്പിച്ച് നമ്മൾ അവർക്ക് അരങ്ങേറ്റമൊക്കെ നടത്തി കഴിഞ്ഞ ഒരുപാട് കുട്ടികളുണ്ട് ഇവിടെ. പക്ഷെ അവർ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ തയ്യാറാവുന്നില്ല. കാരണം ഞങ്ങൾ കോളനിയിലൊക്കെ പോയിട്ട് ആണ് ആ കുട്ടികളെ രണ്ടാമത് തിരിച്ച് വിളിച്ചുകൊണ്ട് വരും പ്രോഗ്രാമിനൊക്കെ കൊണ്ടുപോകാൻ. പക്ഷെ അവരതിൽ നിൽക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. നൃത്തമൊക്കെ അവർ വളരെ നന്നായി ചെയ്യുന്ന കുട്ടികളുണ്ടായിരുന്നു. മോഹിനിയാട്ടവും ഭരതനാട്യവും കുച്ചിപ്പുടിയൊക്കെ ചെയ്ത് അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടികളുണ്ട്. വിജയ സ്കൂളിലൊക്കെ പഠിച്ച കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ അവർ കണ്ടിന്യൂ ചെയ്യുന്നില്ല. പിന്നെ മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നത് ഇവർക്ക് കുറച്ചും കൂടി താളബോധം നല്ല കൂടുതലാണ്. അതായത് ഇവർ ഈ തുടിയൊക്കെ വായിക്കുമല്ലോ നന്നായിട്ട്, പിന്നെ അപ്പോൾ ഇവർക്ക് ആ താളബോധം നല്ല കറക്റ്റായിരിക്കും. GHSS പെരിക്കല്ലൂർ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദ്യ വിനീഷ്. നൃത്താധ്യാപികയായി നൃത്തലോകത്ത് തന്നെ തുടരാനാണ് ആദ്യയുടെ തീരുമാനം. ഭരതനാട്യത്തിനും നാടോടി നൃത്തത്തിനും പുറമെ മോഹിനിയാട്ടവും അഭ്യസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ മിടുക്കി. ക്യാമറ പേഴ്സൺ റിന്റുവിനോടൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, വയനാട്.